35 വർഷം നീണ്ട നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണം അക്കാദമിക സമൂഹത്തിൽ നിങ്ങളുടെ വിലയും മതിപ്പും എത്രത്തോളം ഉണ്ടെന്ന് സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല, വിലയിരുത്തിയിട്ടില്ല. ചെയ്യേണ്ടത് ചെയ്തു പോകുന്നു. അന്നന്ന് ചെയ്യാൻ വന്നു ചേരുന്നതിന് ചെയ്യുന്നു. മറ്റൊരാൾ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമ്മൾ ഇതുവരെ വിലയിരുത്തിയിട്ടില്ല. പൂജിക്കുന്നവരുണ്ടാവാം, നിന്ദിക്കുന്നവരുണ്ടാവാം, സ്തുതിക്കുന്നവരുണ്ടാവും, അപഹസിക്കുന്നവരുണ്ടാവും. അതിനുള്ള സ്വാതന്ത്ര്യം അവരവർക്കുണ്ട്. നമ്മൾ ഗുരുനാഥൻ കാണിച്ചു തന്ന, ശാസ്ത്രം ഉപദേശിച്ച, ഋഷീശ്വരന്മാർ കാണിച്ചു തന്ന ആ മാർഗത്തിൻ്റെ മഹിമ സ്വന്തം ബുദ്ധിക്ക് ബോധിച്ച രീതിയിൽ എങ്ങനെ വാക്കുകൾ പുറത്തേക്ക് പ്രവഹിക്കുന്നുവോ ആ രീതിയിൽ വാക്കുകളിലൂടെയും മറ്റ് വ്യവഹാരങ്ങളിലൂടെ അടുത്തിടപഴകുന്നവർക്കും നമ്മൾ പങ്കുവയ്ക്കുന്നു. അതിൽ ഞാൻ ഇന്ന് വരെ വിലയിരുത്താൻ നോക്കിയിട്ടില്ല. ഈ ശരീരത്തിലെ കാറ്റ് പോണ വരെ വിലയിരുത്താനുള്ളൊരു മനോഭാവം ഉണ്ടാവരുതേന്ന് സങ്കല്പിക്കുകയും ചെയ്യുന്നു. ഇത്ര പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടവർക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് വിലയിരുത്തിയിട്ടില്ല, വിലയിരുത്തുകയുമില്ല. അക്കാദമിക തലത്തിലുള്ള ബൗദ്ധിക നേതൃത്വവും മാധ്യമ പ്രവർത്തകരും ഗൗരവപ്പെട്ട വായനക്കാരും ചിന്തകരും നിങ്ങളെപ്പോലുള്ളവരുടെ ഇടപെടലുകൾ എത്ര അപഹാസ്യമായും കളിച്ചിരി തമാശകളോടെയുമാണ് കാണുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്, തീർച്ചയായിട്ടും. പക്ഷേ ഈ സഹോദരൻ ഒന്ന് മനസ്സിലാക്കുക, ഈ കളിച്ചിരി തമാശയോടെ അപഹാസ്യമായി കാണുന്നത് ഇട്ടാവട്ടത്തിലുള്ള കേരളത്തിൽ മാത്രമാണ് എന്ന് മനസ്സിലാക്കുക. അതും ഏവരും അല്ല. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ പോയി വിദ്യാർത്ഥികൾക്കോ റിസർച്ച് സ്കോളേഴ്സിനോ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാഞ്ചഭൗതികമായ ശരീരത്തിന്റെ മഹിമ കൊണ്ടല്ല. അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള യൂണിവേഴ്സിറ്റികളിൽ, അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലോ, അത് ചിലപ്പോൾ കാംബ്രിഡ്ജിലായിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയിൽ മൈക്രോസോഫ്റ്റിലായിരിക്കാം. അവിടെ ക്ലാസ് എടുക്കാനും പ്രഭാഷണം ചെയ്യാനും വിളിക്കുന്നുണ്ടെങ്കിൽ, അവിടെ പോയി ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇതിന്റെ സൗന്ദര്യം കണ്ടിട്ടല്ലല്ലോ. അത്ര സൗന്ദര്യമൊന്നും നമുക്കില്ലല്ലോ. അത് പ്യൂർലി അക്കാഡമിക്കാണ്. ഈ കഴിഞ്ഞ ഏതാനും മാസം മുമ്പ് സിൻസിനാറ്റി യൂണിവേഴ്സിറ്റിയിൽ അവിടുത്തെ റിസർച്ച് സ്കോളേഴ്സിന് വേണ്ടി മാത്രം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും എത്തിക്സും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മെഡിക്കൽ സ്കോളേഴ്സിനാണ് ക്ലാസ് എടുക്കാൻ അവർ വിളിച്ചത്. ക്ലാസ് കഴിഞ്ഞു, സുദീർഘമായി അവർ സംശയ നിവാരണം ചെയ്തു. അത് നമ്മുടെ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ അപഹസിച്ചാൽ എനിക്കെന്ത് വേണം? അതുകൊണ്ട് ഞാൻ താഴുവോ? ഇവര് പുകഴ്ത്തിയ എനിക്കെന്ത് വേണം? ഞാൻ അതുകൊണ്ട് പൊങ്ങുവോ? രണ്ടുമില്ല. ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. ലണ്ടനിൽ പാർലമെന്റിൽ കോൺഫറൻസ് ഹാളിൽ പ്രഭാഷണം ചെയ്തത് ആരുടെയും ശുപാർശ കൊണ്ടല്ല, അവർ ക്ഷണിച്ചിട്ടാണ്. പ്യൂർലി അക്കാഡമിക് ആണ്. ഇതൊക്കെ എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ കേമത്തരം പറയാനല്ല. അതുകൊണ്ട് സഹോദര, ഹ്രസ്വദൃഷ്ടിയിൽ ആരെയും വിലയിരുത്താതിരിക്കുക. പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. അതുകൊണ്ട് ഈ കേരളത്തിൽ കുറച്ച് മാധ്യമ പ്രവർത്തകർ അപഹസിച്ചാൽ നമ്മൾ താഴാനും പോകുന്നില്ല, കുറച്ചു പേര് പുകഴ്ത്തിയാൽ നമ്മൾ ഉയരാനും പോകുന്നില്ല. അഹമേവാഹം, ഞാൻ തന്നെയാ. അത് നീ എന്ത് പറഞ്ഞാലും അതല്ലാണ്ടാവില്ല. ആ ഒരു ബോധം ഉറച്ചിട്ടേ ഈ സമൂഹത്തിൽ ഇറങ്ങി വന്നിട്ടുള്ളൂ. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് മാധ്യമത്തിൽ എഴുതുന്നത് അന്തസ്സായും കേസരിയിൽ എഴുതുന്നത് അവമതിപ്പോടെയും പ്രബുദ്ധ സമൂഹം കാണുന്നത് തന്നെ വലിയ ദൃഷ്ടാന്തമല്ലേ? ഈ പ്രബുദ്ധ സമൂഹം ആരാണ്? പ്രബുദ്ധ സമൂഹം
സ്വന്തം അയൽപ്പക്ക രാജ്യത്തിൽ ഹിന്ദുവാണെന്ന ഒറ്റ പേരിൽ ചവിട്ടി ബോധം കെടുത്തപ്പെട്ട് ബോധം പോയ സമയത്ത് ജീവനോടുകൂടി ഒരു സഹോദരനെ കത്തിച്ചാർത്ത് വിളിക്കുന്ന പ്രക്രിയ നടന്നപ്പോ അതിനെ അപലപിക്കാൻ നാവില്ലാതെ അമേരിക്ക വെനിസ്വേല പിടിച്ചടക്കിയപ്പോ അപലപിക്കുന്നതാണോ പ്രബുദ്ധത? അതാണോ പ്രബുദ്ധത? നമ്മുടെ സഹോദരികൾ, വനവാസി സഹോദരികൾ ബലാത്സംഗം ചെയ്യപ്പെട്ട് ഹീനമായി കെട്ടിത്തൂക്കപ്പെട്ടപ്പോ ഈ പാലക്കാട് ജില്ലയിൽ അതിനെ അപലപിക്കാതെ കാശ്മീരിൽ നടക്കാത്തത് കൂട്ടിച്ചേർത്ത് പറയുന്നതാണോ പ്രബുദ്ധത? ആൾക്കൂട്ട കൊലപാതകങ്ങൾ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ മാസം, ഏതാനും വർഷം മുമ്പ് അട്ടപ്പാടിയിൽ, ഈ കേരളത്തിൽ നടന്നപ്പോ ഒരക്ഷരം മിണ്ടാൻ കഴിയാതെ നമ്മുടെ ക്യാമറകൾ മുഴുവൻ യു പിയിലേക്ക് തിരിച്ചു വെക്കുന്നതാണോ പ്രബുദ്ധത? ചിന്തിക്കുക. അതുകൊണ്ട് പ്രബുദ്ധ എന്നുള്ള വാക്ക് സ്വയം അപഹാസ്യതയിലേക്ക് നമ്മളെ നയിക്കുന്ന വാക്കാണെന്ന് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നല്ലതായിരിക്കും. അത്രേ പറയാനുള്ളൂ.